കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷൻ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നാളെ പരിഗണിക്കും. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ ചെയ്യുന്നു. റഹീസ്, ഹർജി നൽകിയത് ആരാണ്? അത് ഒരു നിർണായക ഹർജിയാണെന്ന് തോന്നുന്നു ആ അർത്ഥത്തിൽ. ഹാഷ്മി, ഇതൊരു നിർണായക ഹർജിയായി തന്നെ മാറുമെന്ന് ഉറപ്പാണ്. കാരണം TVK സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാളെ ഒരു അതിനിർണായക ദിവസമായി മാറിയിരിക്കുന്നു. ഒന്നാമത് നാളെയാണ് അവരുടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കേസ് വരുന്നത്. അതിനൊപ്പം ഈ ഹർജി കൂടി പരിഗണിക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചെന്നൈ സ്വദേശിയായിട്ടുള്ള PH ദിനേശാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഹർജിക്കാരൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ വിജയെ ഒഴിവാക്കി, പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താതെ കേസെടുക്കാതെ വിജയെ ഒഴിവാക്കി എന്നുള്ളൊരു ആരോപണമാണ് അദ്ദേഹം പറയുന്നത്. അതിനപ്പുറം ഈ 7 മണിക്കൂർ ജനങ്ങളെ കാത്തു നിൽക്കാൻ വിജയ് 7 മണിക്കൂർ ജനങ്ങളെ കാത്തു നിർത്തി, അതാണ് അപകടത്തിന്റെ കാരണം. ഏറ്റവും പ്രധാന കാരണമായി മാറുന്നത് അത് തന്നെയാണ്. എന്നിട്ട് എന്തുകൊണ്ട് വിജയ്ക്കെതിരെ കേസെടുക്കുന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഉച്ചയ്ക്ക് 12:45 വിജയ് എത്തുമെന്നാണ് TVK അറിയിച്ചത്. എന്നാൽ വിജയ് എത്തിയത് വൈകിട്ട് 7:15 മാത്രമാണ്. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഒപ്പം തന്നെ വിജയെ ഒഴിവാക്കിയതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ട് എന്ന് അദ്ദേഹം ഹർജിയിൽ പറയുന്നു. വിജയ് ഒഴിവാക്കിയതിന് കാരണം അധികാരികൾക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്നു. അതിനപ്പുറം ഈ നഷ്ടപ്പെട്ട വിജയ്ക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടാണ് ഹർജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.